വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ധൂപ് ആ ഗയി എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ ആ ഒരു കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇത് ഒരു കവിതയാണ്, ധൂപ് ആ ഗയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത. ഇത് രചിച്ചിരിക്കുന്നത് പ്രയാഗ് ശുക്ലയാണ്. അപ്പോൾ ഈ കവിത നല്ലൊരു കുഞ്ഞു കവിതയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിലുള്ളൊരു കുഞ്ഞു കവിതയാണ്. അപ്പോൾ കവിത എന്താണെന്ന് നോക്കാം. ധൂപ് ആ ഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ് കേട്ടോ. അപ്പോൾ വെയിൽ വന്നു, അതാണ് നമ്മുടെ കവിതയുടെ പേര്. നമുക്ക് കവിതയിലേക്ക് നോക്കിയാൽ ധൂപ് ആ ഗയി സുബക് സുബക്കി. എന്താണ്? അതിരാവിലെ. സുബക് എന്ന് വെച്ചാൽ രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതിരാവിലെ വെയിൽ വന്നു ചേർന്നു. അപ്പോൾ എന്താണ്? ധൂപ് ആ ഗയി സുബക് സുബക്കി. അതിരാവിലെ തന്നെ എന്ത് ചെയ്തു? വെയിൽ വന്നു ചേർന്നു. പിന്നെന്താ അടുത്ത്? കലിയാം പ്യാരി പ്യാരി മഹക്കി. കലിയാം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പൂവിൻ്റെയൊക്കെ മൊട്ടില്ലേ, പൂമൊട്ട്, ആ പൂമൊട്ടിനാണ് കേട്ടോ കലിയാം എന്ന് പറയുന്നത്. കലി എന്ന് പറയുന്നത് പൂമൊട്ടാണ്. അപ്പോൾ കലിയാം പ്യാരി പ്യാരി മഹക്കി. എന്താണ്? മനോഹരമായ പൂമൊട്ടുകൾ. മഹക്കി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? സുഗന്ധം പരത്തി വിരിഞ്ഞു. അപ്പോൾ മനോഹരമായ പൂമൊട്ടുകൾ എന്ത് ചെയ്തു? രാവിലെ ആയപ്പോൾ വെയിൽ വന്നപ്പോൾ എന്താണ്? സുഗന്ധം പരത്തി വിരിഞ്ഞു. കലിയാം ക്യാരി ക്യാരി മഹക്കി. പിന്നെന്താ? പൂന്തോട്ടത്തിലെ ഓരോ തരത്തിലുള്ള പൂമൊട്ടുകളും എന്ത് ചെയ്യാൻ തുടങ്ങി? സുഗന്ധം ഇങ്ങനെ പരത്താനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ പരത്തി വീശാൻ, സുഗന്ധം വീശുക അല്ലെങ്കിൽ സുഗന്ധം പരത്തുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പൂന്തോട്ടത്തിലെ ഓരോ തരത്തിലെയും പൂമൊട്ടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സുഗന്ധം പരത്താനായിട്ട് തുടങ്ങി. കലിയാം ഇത്നി സാരി മഹക്കി. പിന്നെ എന്താണ്? അത്രയധികം. ഇത്നി എന്ന് വെച്ചാൽ അത്രയധികം പൂമൊട്ടുകൾ എന്ത് ചെയ്തു? ഒരുമിച്ച് സുഗന്ധം പരത്തി. അപ്പോൾ രാവിലെ വെയിൽ വന്ന് ചേരുന്നതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഇത് പറയുന്നത്. എന്താണ്? പൂമൊട്ടുകളെല്ലാം എന്ത് ചെയ്യുക? ഒന്നിച്ച് അവയുടെ സുഗന്ധം പരത്തി. ഇനി അടുത്ത പേജ് നോക്കിയേ. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി. ഹവ എന്ന് വെച്ചാൽ എന്താ? കാറ്റ്. ഠണ്ഡി എന്ന് വെച്ചാൽ എന്താ? തണുത്ത. അപ്പോൾ എന്താ? ഈ ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാ? രാവിലെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ധൂം രഹി വഹ് ബഹ്കി ബഹ്കി. പിന്നെന്താ? ആ കാറ്റ് ഉന്മേഷത്തോടെയും സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുവാണ്. ആ കാറ്റ് രാവിലെ അല്ലേ വെയിൽ വന്നു, ആ വെയിൽ വന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് പറയുന്നത്. അപ്പോൾ തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. ആ കാറ്റിന് എന്താണ്? ഉന്മേഷത്തോടെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുവാണ് ആ കാറ്റ്. ഉഡ്തി ഉഡ്തി ആയി ചിടിയ. പക്ഷികൾ എന്താ? പറന്നുകൊണ്ട് പക്ഷികളും എത്തിച്ചേർന്നു. അതിരാവിലെ വെയിൽ വന്നപ്പോൾ എന്താ? പക്ഷികളും എന്ത് ചെയ്യാൻ തുടങ്ങി? പറന്ന് എത്തിച്ചേരാനായിട്ട് തുടങ്ങി. ഫുദക് ഫുദക്കർ വേ ഭി ചഹക്കി. അവ ഇങ്ങനെ ചാടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അവയുടെ സന്തോഷവും പ്രകടിപ്പിച്ചു. അപ്പോൾ എന്താണ്? ഈ കവിത ഒരു കുഞ്ഞു കവിതയാണല്ലേ. രാവിലെ ധൂപ് ആ ഗയി, രാവിലെ വെയിൽ വന്നതിന് ശേഷം കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടാണ് ഈ കവിത പറയുന്നത്. എന്താണ്? രാവിലെ വെയിൽ വന്നതിന് ശേഷം എന്താണ്? മുറ്റത്തെ പൂമുട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? വിരിയാനായിട്ട് തുടങ്ങി. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലൊക്കെയുള്ള പൂക്കളൊക്കെ രാവിലെ പൂമൊട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് കാണാം അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് നല്ല ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ പരക്കാനും തുടങ്ങും. അതുപോലെ എന്താ കവി ഇവിടെ പറയുകയാണ്, രാവിലെ എന്ത് ചെയ്യുക? പൂമൊട്ടുകളൊക്കെ ഇങ്ങനെ വിരിയാനായിട്ട് തുടങ്ങി. എന്നിട്ട് എന്താണ്? ഒന്നിച്ചിങ്ങനെ സുഗന്ധം, അവയുടെ സുഗന്ധം ഇങ്ങനെ പരത്തുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത്? തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. അവ എന്താണ്? ഇങ്ങനെ സ്വതന്ത്രമായിട്ടിങ്ങനെ ഉന്മേഷത്തോടെ, രാവിലത്തെ ഉന്മേഷത്തോടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവാണ്. പിന്നെ എന്ത് ചെയ്യുക? രാവിലത്തെ മറ്റൊരു കാഴ്ച എന്താണ്? പക്ഷികളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ എന്ത് ചെയ്യുക? പക്ഷികളും പറന്ന്
നടക്കാനായിട്ട് തുടങ്ങി. അവ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചാടി ചാടിയൊക്കെ അവയുടെ സന്തോഷം എന്ത് ചെയ്യാണ്, പ്രകടിപ്പിക്കുന്നതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീടിന് പുറത്തൊക്കെ ഇറങ്ങി നിന്നാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അത് രാവിലെ വെയിൽ വരുന്നതും ഇതുപോലെ പൂക്കൾ ഇങ്ങനെ വിടർന്ന് വരുന്നതും പൂവിൻ്റെ ആ സുഗന്ധം പരക്കുന്നതും പിന്നെ കാറ്റ് വീശുന്നതും അതുപോലെ പക്ഷികളൊക്കെ വന്നിങ്ങനെ പറക്കുന്നതും അവ ഇങ്ങനെ കലപില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നതും ഒക്കെ നമുക്ക് രാവിലെ ശ്രദ്ധിച്ചാലായിട്ട് മനസ്സിലാകും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കാഴ്ചയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ദൂപാഗെ എന്ന് പറയുന്ന പ്രയാഗ് ശുക്ല എഴുതിയിട്ടുള്ള ഈ കവിത. അപ്പോൾ ഒരു കുഞ്ഞു കവിതയാണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.